അല്ലേ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡയറക്ടറിന് എന്താണ് പറയാനുള്ളത്? ഡയറക്ടറിന് എന്താ പറയാനുള്ളത്? ഈ ഡയറക്ടർ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പാന്ന് തോന്നുന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്ന ഡയറക്ടറിനെക്കാളും മെച്ചമുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പ്രായം ചെന്നതും പക്വതയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ പറയാം നിങ്ങളുടെ അടുത്ത്. പുള്ളിയുടെ ഓരോ ഈ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നല്ല പക്വതയുള്ള മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും അങ്ങനെ ഷോർട്ട് ഫിലിമോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇതെന്തായാലും ഒന്ന് കണ്ടു നോക്കി, ഇയാളെ വർക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണം. പുള്ളി ഭയങ്കര പക്വതയുടെയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നൊക്കെ രണാസുനെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ. അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൽ നമുക്ക് അതിലോട്ട് വരാം. അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്ന മീൻസ് ഒന്ന് സബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇവിടെ വെറുക്കുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ ആരും ചെയ്യേണ്ട. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. അതേണ്ടേ, ഇതാണ് ആ കമൻറ്റ്. ഷഫീനയുടെ ചാനലിൽ കൂടെ വന്ന വോയിസ് പറഞ്ഞത് സത്യമാണെങ്കിൽ സജിനയും ശ്രീതുവും പെടും. ഷഫീനയുടെ ചാനലിൽ കൂടെ, അതായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കള്ളത്തരത്തിനെല്ലാം കൂട്ടു നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികളാണ്, സപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരും പെടും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ പോകുന്നത് താത്തയായിരിക്കും. പിന്നെ ഇപ്പോൾ ഒന്നല്ല വിഷ്ണു കൊണ്ട് കേസ് കൊടുത്താൽ, അല്ലാതെ വേറെ 3-4 പേരും കൂടെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പേരില്ല. 3-4 പേരും കൂടെ കൊണ്ട് കേസ് കൊടുത്തു ഇവരുടെ പേരിൽ ഇങ്ങനൊരു സംഭവം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3-4 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ രേണുവിൻ്റെ പേരിലാണ് ഈ കേസ് പറയുന്നത്. എന്നിട്ട് ഷഫീനയുടെ ഈ പറയുന്ന നമ്പറും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ലിങ്കും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ ഇപ്പം ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കുറേ എണ്ണം പറയുന്നത് വെച്ചാൽ, ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഷഫീനെ പോലീസ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇത്രയുള്ള കാര്യങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് ചെയ്യേണ്ടതല്ലേ, പുള്ളിക്കാരി തന്നെ ചെയ്യേണ്ടതല്ലേ? ഈ അടുത്ത സമയത്ത് നമ്മുടെ ദേവ് കൊണ്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവും ഷഫീനായിട്ട് നല്ല കൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു ചെറിയ കാര്യം കൊണ്ട് കൊടുത്തതാണ്. അതെ, അല്ലെങ്കിൽ ആ ദേവിനോട് പറഞ്ഞാലും പോരായിരുന്നു, അവരോട് പറഞ്ഞായിരുന്നു ഈ പുള്ളിയെങ്കിലും കൊണ്ട് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ പിന്നെ രേണു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രേണു പ്രതികരിക്കാത്തത് എവിടെയോ എന്തൊക്കെയോ ഡൗട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നലെ ആലപ്പുഴയിലായിരുന്നു ചേച്ചി. കുറേ എണ്ണം വെളുപ്പിക്കാൻ വേണ്ടി വേണ്ടേ, ആലപ്പുഴ മൊത്തം ജനസാഗരവും മൊത്തം രേണുസുതിയെ കാണാൻ വേണ്ടി ചുറ്റും ആൾക്കാർ നിൽക്കുന്നത്. ഇവർക്ക് ഹേറ്റേഴ്സ് ഇല്ല, ജനങ്ങൾ കൂടി ഇത് ഇങ്ങനെ പറഞ്ഞ് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സാണ് ഈ പച്ചപരാധം പറഞ്ഞു വിടുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ പറ നമ്മളാണോ ഇതൊക്കെ പറഞ്ഞു വിടുന്നത്? ഇതിപ്പോൾ ഇത്ര ആൾക്കാരെ കൂടി എന്നത് ഇത് എന്താ പറയുന്നത് ശരിയല്ല. ഞാൻ എന്താ പറയുക, ബോഡി ഷെയിം ചെയ്തതെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതേണ്ടേ വാഴ 3യുടെ പോസ്റ്റർ ഇപ്പോൾ രേണുസുതിയുടെ, അത് കണ്ടത് നിങ്ങൾ? വാഴ 3യിലെ നായിക ആരാ? രേണുസുതി. എന്താ പൊന്നോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇട്ടിരിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അലൻ ജോസ് പെരേര പെൺവേഷമൊക്കെ കിട്ടി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതില്ല പൂജാരിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഈ പൂജാരി ഒക്കെ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കുന്ന നാണക്കേടാന്നുള്ള രീതിയിലൊക്കെ അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വെച്ചുതരാം ഒരു വീഡിയോ. ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും എടുത്തിട്ട് ഓടിച്ചിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പൂജയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ്. അതാണ് ഇവൻ്റെ എടാ അഭിനയിക്കുന്നതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ തെറ്റുപറ്റി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിയുടെ കൂടെയാണ് അഭിനയിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൂജ ചെയ്യുന്നവർ എത്ര ആൾക്കാരുണ്ട് അഭിനയിക്കുന്നത്, എത്രയോ ആൾക്കാരുണ്ട് സീരിയൽ അഭിനയിക്കുന്നത്, ഷോർട്ട് ഫിലിം മൊത്തം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, കുറേ എണ്ണം വന്നിട്ട് നല്ല ലവ് സ്റ്റോറിയും റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പൂജ ചെയ്യുന്നവന്മാർ തന്നെ. ഈ ഇവന്മാർ തന്നെ എന്താ പറയണ്ടേ, ഈ ജാതകത്തിനെ കുറിച്ചും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന ട്രെൻഡിങ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ തന്നെ. എന്ന് വെച്ച് ഇവനെ ഇങ്ങനെ വിമർശിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ അഭിനയമായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ രേണുസുതി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു കുറവ് മാത്രമുള്ള മോനെ നിനക്ക്. ഓക്കെ, നമ്മുടെ ഡയറക്ടറിൻ്റെ കാര്യത്തിലോട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് 2 വീഡിയോ വെച്ച് തരാം. ഈ അനുരാഗം എന്ന് പറഞ്ഞ് എന്താണ്? അനുരാഗ കാറ്റ്, ഇതാണ് അവരുടെ പടത്തിന്റെ പേര്, പടത്തിന്റെ അല്ല ഷോർട്ട് ഫിലിമിന്റെ പേര്. ഈ അനുരാഗ കാറ്റിനകത്ത് ഇത് എന്തോ ഈ അനുരാഗം ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ. സ്ക്രീനിനകത്ത് അനുരാഗ കാറ്റ്, അല്ലാത്തപ്പോൾ പടക്കക്കാറ്റ്. ഞാൻ വിളിച്ചു തരാം. പടക്കം എന്റെ സുധിച്ചേട്ടാ, കമ്പിത്തിരി കമ്പിത്തിരി. ഓക്കെ, ഇനി നമുക്ക് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ യൂഷ്വൽ സൈക്കിളുടെ മറ്റേ തിരി ഒന്ന് വെക്കാം. യൂഷ്വൽ സൈക്കിൾ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്.
അതായത് ആ ഡയറക്ടറിൻ്റെ പുള്ളിയുടെ ചാനലിൽ കൂടെ വന്നതാണ്. ഞാൻ അതൊന്ന് ആ വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കാണാം. നമുക്ക് എന്താണ് സ്ട്രെസ് എന്നുള്ളത് കാര്യം പറയും. നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് സാറിന് വർക്ക് അതുപോലെ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളായിരുന്നു. ഇപ്പം വിഷ്ണു, ഞാനും, പിന്നെ സാറും, പിന്നെ ക്യാമറ അസിസ്റ്റന്റ്. അതുപോലെ സാറ് പറഞ്ഞു ആ പടം 4 പേരും ഉണ്ട്, ഷോർട്ട് ഫിലിമും ഉണ്ട്, വലിയ ഡയലോഗിയും ഉണ്ട്. ആ ഞാൻ ആലോചിക്കുക എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെ മുതലാവും? എന്തായാലും ക്യാമറമാന്മാരും വീഡിയോ ഷൂട്ട് എഡിറ്റിങ്ങും കൂടെ എന്തായാലും അവന്മാർക്ക് കുറച്ച് പൈസ പോവും. രേണുവിന് പിന്നെ 50,000 രൂപയൊക്കെയാണല്ലോ, 1 ലക്ഷമൊക്കെ രൂപയാണ് പുള്ളിയുടെ ചാർജും കാര്യങ്ങളൊക്കെ. 50 എങ്ങനെയായാലും ഒരു 1.5, 2 ലക്ഷം രൂപയുടെ ഓക്കെ ഒരു ദിവസത്തെ പരിപാടി കാണുമായിരിക്കും. 1.5 കോടിക്കും. ഇതെങ്ങനെ യൂട്യൂബിൽ കൂടി ഇവർക്ക് മുതലാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം. നിങ്ങൾ മീഡിയക്കാർ വന്നു, എല്ലാവരും ഹാപ്പിയാണ്. ഈ വർക്ക് എല്ലാം വിജയമാക്കി തീരട്ടെ. ബാംഗ്ലൂർ ഹോംസ് അല്ലേ, സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. മോഹം റിലീസ് ചെയ്ത പോലെ തന്നെ ഉടനെ ഉണ്ടാവും അല്ലേ? ഇത് മോഹത്തേക്കാൾ മോഹം നമ്മുടെ 2 മില്യൺ അടിച്ചു. അതിലും വലിയൊരു വിജയമായി മാറട്ടെ നമ്മുടെ ഈ അനുരാഗക്കാറ്റ് എന്ന് ഞാൻ ചെയ്യുന്നു. അതുപോലെ നമ്മൾ വീണ്ടും രേണുവിനെ അവതരിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഞാൻ പുതിയ നായകനെ. മോഹം 2 മില്യണോ? ഈ 2 മില്യണും 3 മില്യണൊക്കെ ഈ കാലത്ത് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ രേണു സുധീരൻ നെഗറ്റീവ് വെച്ച് മാത്രമേ കാണുന്നത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് അലക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇതിനകത്ത് കാണിച്ചെന്ന് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ പോകാം. എന്തിനാ കമന്റ് ബോക്സ് നോക്കാനാണ്. കൂടി ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഒരു ഷോർട്ട് ഫിലിമിൽ കൂടി, അതും രേണുവിന്റെ കൂടെ തന്നെ ഇത്രയും ശക്തമായ ഒരു നായികയുടെ കൂടെ തന്നെ ഒരു അവസരം വിഷ്ണു വിക്കും കൊടുത്തിരിക്കുകയാണ്. വിഷ്ണു വി നന്നായി പെർഫോം ചെയ്തു. പുള്ളി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നന്നായിട്ട് ചെയ്തു. വിഷ്ണുവിന് എന്താണ്? വളരെ സന്തോഷം. രേണുവിന്റെ സാറിന്റെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതുപോലൊരു ഗതികെട്ട ഒരുത്തൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല. ഇതുപോലൊരു ഗതികെട്ടവൻ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. രേണുവിൻ്റെ കൂടെയും സാറിൻ്റെ കൂടെയും ചെയ്തതിൻ്റെ ഞാനൊന്നും പറയുന്നില്ല. രണ്ടുപേരും പറഞ്ഞല്ലോ കാര്യങ്ങൾ. അതിനപ്പുറം എനിക്ക് സത്യയായ നായിക. അതെ, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 പേരേ ഉള്ളൂ കേട്ടോ, 2 പേരേ ഉള്ളൂ. രേണു, പിന്നെ അപ്പുറം നിൽക്കുന്നവൻ ഡയറക്ടർ, അഭിനയിക്കാൻ അവർ 2 പേരേ ഉള്ളൂ. ആകെ എനിക്ക് തോന്നുന്നു കയ്യിൽ എണ്ണാവുന്ന ഒരു വിരലിൽ എണ്ണാവുന്ന ഒരു കയ്യിൽ മാത്രം എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. 5 പേര് അത്രേ ഉള്ളൂ ഈ സാധനം. അല്ലെങ്കിൽ ഇതിന്റെ പുറകില് ഇയാളുടെ വേറെ 1-2 സാധനങ്ങൾ, അതായത് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ തപ്പിയപ്പോഴത്തേക്ക് ഇതിന് മുമ്പ് ഇയാൾ രേണുവിനെ വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, പ്രൊഡ്യൂസർ എല്ലാം ഇങ്ങനെ. എനിക്ക് മനസ്സിലാക്കിയത് എന്തോ നല്ല കുത്തി മറ്റേ സോക്കേട് ഉള്ള ഒരു ടീമാണ് ഇയാള്. ഞാൻ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പോയി തപ്പിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇയാൾ അത്ര ഡീസന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലേ. പക്ഷെ പുള്ളിയുടെ സംസാരവും രീതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡീസന്റ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചു പോയി. അത് എന്റെ ഭാഗത്ത് തെറ്റ്. അതിപ്പോ ഞാൻ യൂഷ്വൽസ് ഒക്കെ നിരത്തി തരും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ചില പോസ്റ്ററുകൾ ഇതൊക്കെ നമ്മൾ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ അയാളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ല, പിടികിട്ടിയോ? എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇയാൾ വേറെ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾപ്പിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ കണ്ടോണേ, ഇതാണ് ഇയാളുടെ പേര്, ഹരി തമ്പി. ഇയാൾക്ക് എന്താണ് ആക്ടർ, ഫിലിം മേക്കർ, പോയറ്റ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ ഓഫ് മലയാളം ഫസ്റ്റ് ഹോം സിനിമ സീരീസ് ബാംഗ്ലൂരു ലോഡ്ജ് പരിപാടിയാണ് അല്ലേ, ഓൺ ബൈ ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ യൂട്യൂബ് ചാനൽ. കൊള്ളാം, ഞാനത് പോയി നോക്കി, വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് മൊത്തം രേണുചുതിയാണ് കണ്ടോ. കുറച്ച് ദിവസമായിട്ടുള്ള ഈ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ടുള്ള പരിപാടികളാണ് മൊത്തം അതിനകത്ത് കിടക്കുന്നത്. 2 പേരും കണ്ടോ, കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്താണെങ്കിലും ഇങ്ങനെ താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അത് സായി പല്ലവി അല്ലേ ഇത് നിൽക്കുന്നത്. ഇതെന്തോ സംഗതി, സായി പല്ലവിയൊക്കെ വെച്ചിട്ട് ഹൃദയത്തിൽ പ്രണയം, മധുരകാലം. സായി പല്ലവി ഇതൊക്കെ എന്തുവാണ് ഇതൊക്കെ? ഹൃദയത്തിൽ പ്രണയം, മധുരകാലം. നിങ്ങൾക്കായി രതീഷ് പി രമേശന്റെ മനോഹര സംഗീതത്തിൽ ബാംഗ്ലൂരു ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനൽ റിലീസായി. എന്തോന്നാടേ ഇതൊക്കെ? ഒരു ഡയറക്ടർ അല്ലേ, ഏതോ ഒരു നായിക വെച്ചിട്ട് മോർഫ് ചെയ്ത് താനൊക്കെ എന്ത് കലാകാരനാണോ താനൊക്കെ. താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് രേണുസുതിയുടെ ഒക്കെ വേറെ എന്തൊക്കെയോ കിടപ്പുണ്ട് കേട്ടോ. ഇത് സ്നേഹ വീട് വൈറൽ വീഡിയോ 2025 രേണുസുതി ആദ്യമായിട്ട് അഭിനയിച്ച മോഹം എന്ന്. എന്റെ വെന്നളിയാ, അതൊന്നും വേണ്ടളിയാ. കഴിഞ്ഞ ഒരു ഡയറക്ടർ വന്നിട്ട് നമ്മുടെ വിപിൻ ഉണ്ടല്ലോ, വിവാദ ഡയറക്ടർ, പുള്ളിക്കാരൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുതിയുടെ എന്താ പറയണ്ടേ, ബിഗ് ബോസിൽ പോകാൻ കാരണം അവനൊരുത്തനാണ്, ആ കള്ളനാറി പരനാറിയെന്നേ ഞാൻ അവനെ പറയത്തുള്ളൂ. അവൻ കാരണമാണ് രേണുസുതി ബിഗ് ബോസിൽ പോയത്. നിങ്ങൾ പറ, അവൻ കാരണമാണോ പോയത്? അയ്യോ, ഇപ്പം എല്ലാവരും പറയുന്നത് വെച്ചാൽ ഡയറക്ടർമാരുടെ കഴിവുകൊണ്ടാണ് പോയെന്ന്. ഇവള് കാണിച്ച ഓരോ തോന്നിയാസത്തിനും ഇവളെ എടുത്തിട്ട് അലക്കി നമ്മൾ സത്യം നമ്മൾ റിയാക്ഷൻസ് വീഡിയോസ് ആൾക്കാർ ചെയ്താണ് ഇവൾ ബിഗ് ബോസ് കയറിയത് തന്നെ. എന്നിട്ട് ഇപ്പോൾ ഡയറക്ടർമാരെല്ലാവരും വന്നിട്ട് പറയുന്നത് ഞങ്ങൾ കാരണമാണ്. എന്തൊക്കെ വിവരക്കേടുകളാണോ? അതും നീനക്കൊക്കെ വേറെ പണിയില്ല ഇവരെയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ.
നമുക്ക് വേറെ ഒരു പഴയൊരു നമ്മുടെ നെഞ്ചിനുള്ളിൽ നീയാണെന്ന് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് അഭിനയിച്ച് അങ്ങേര് വരെ രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. കാലത്തിന്റെ ഒരു പോക്കി. ഇതിനകത്തൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യേ. മറ്റേ ബിഡ്സ്നു കൊച്ചിക്കാരനൊക്കെ ഉണ്ട്, ഇയാളൊക്കെ ചുമ്മാ കിടക്കുന്നു ഒരു സാധനം. ഇതെന്താ സാധനം? അവളുടെ മുഖത്ത് നോക്കിയാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ആ ചുണ്ടുകളിലേക്കും മാറിടങ്ങളിലേക്കും അയാൾ അറിയാതെ നോക്കി. സുന്ദരി, ആണിനെ കൊതിപ്പിക്കും മദാലസ. ഫോട്ടോ ഇപ്പോൾ ഇട്ടേക്കുന്ന നോക്കി. അപ്പോ ഏതാണ്ട് ഇയാളെ പറ്റിയിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമാസ് യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലൈവ് കഥകളിൽ നല്ല കഥകൾ ഇങ്ങനെ വേണം എഴുതാൻ. പുള്ളിയുടെ എഴുത്തൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആണിനെ കൊതിപ്പിക്കും മദാലസ. ഏത് മൂടുള്ളൊരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ആൽബം മേക്കറാണ് പുള്ളി എന്ന് ഇതിനകത്തുനിന്ന് അത്യാവശ്യം കിട്ടിയല്ലോ അല്ലെ നിങ്ങൾക്ക്? അല്ലപ്പ ഇയാളുടെ ആൽബത്തിൽ അപ്പൊ നിങ്ങൾ കെട്ടിപ്പിടുത്തം മാത്രം പ്രതീക്ഷിച്ചാൽ മതി, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ രേണു നേരത്തെ പറയുന്നത് കേട്ടു, സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ അങ്ങ് തൊലിക്കാറുണ്ടെന്ന് അയാള്. ഇതിനൊക്കെ ഈ സാധനം ഒന്ന് ഇറങ്ങട്ടെ, അപ്പൊ നമുക്ക് പറയാം എന്ത് സ്ക്രിപ്റ്റ് ആണ് ഇതിനൊക്കെ ഉള്ളതെന്ന്. അവിടെ പോയി കെട്ടിപ്പിടിക്കുന്നു, ഇവിടെ പോയി കിടക്കുന്നു, മറ്റേടത്ത് പോയി കെട്ടിപ്പിടിക്കുന്നു. ഇത് മാത്രമല്ലേ, ഇതല്ല സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇതിനൊക്കെ സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? അത് എന്റെ ഒരു കൂട്ടുകാരൻ ഇടയ്ക്ക് പറയുന്നത് നല്ല ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് അറിയണം കേട്ടോ. അതുകൊണ്ടാ ഇതിന്റെയൊക്കെ സ്ക്രിപ്റ്റിനെ സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും. ഓക്കെ, അപ്പൊ ഞാൻ നല്ലതെന്ന് വിചാരിച്ചാൽ ഡയറക്ടർ ആളെ കൊള്ളാമല്ലോ, എല്ലാം കണക്കാണല്ലോ ഈശ്വര. എന്നാലും നോക്കട്ടെ, അദ്ദേഹത്തിന്റെ ഫിലിം ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം പക്കയാണെങ്കിൽ ഈ പറഞ്ഞ പുള്ളിക്കാരനും രേണുവിന്റെ നായകനും പിന്നെ കണ്ട 2 പേരേ ഉള്ളൂ, മൊത്തം 5 പേര്. ഇത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതെന്ന് പറയാം. ഇതുവരെ അവിടെ കണ്ടുവെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഈ ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മനുഷ്യൻ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അണ്ണൻ്റെ അനുരാഗക്കാറ്റ് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഇറങ്ങുമ്പോൾ ഒന്ന് നോക്കണം. ഈ പുള്ളിക്കാരനാൾ കൊള്ളാമല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന വോട്ട് ആ വോയിസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ശ്രീതും സജിനെയും വിടും. കാരണം അവളെ വെളുപ്പിക്കാൻ നടക്കുന്ന ടീംസുകളാണല്ലോ. ഇവിടെ ന്യായമുള്ള കാര്യത്തിന് വെളുപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനും അന്നത്തെ 2 വിഷയത്തിൽ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സമയം വരുമ്പോൾ നിങ്ങളത് കണ്ടോ, അതും ശരിയാണെന്ന് ആൾക്കാർ പറയും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.